സൗകര്യ ഇപ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന് ഫിലിം റിലീസായി നല്ല റെസ്പോൺസ് വരുന്നു, എല്ലാ തിയേറ്റേഴ്സും നല്ല കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നാളെ മുതൽ ഫിയോക്കിന്റെ തിയേറ്റേഴ്സിൽ എല്ലാം വിലക്കുകൾ, മലയാള സിനിമ വിലക്കുകൾ. അപ്പം ഇനിയുള്ള മഞ്ഞുമൽ ബോയ്സിന്റെ ദിവസങ്ങൾ എങ്ങനെയാണ്, കളക്ഷനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും നല്ല നല്ല ഭംഗിയായിട്ട് പോയി കൊടുക്കുന്നത്. ഇപ്പൊ എന്തോ ഒരു വ്യത്യാസം ഈ പറയുന്ന സമയങ്ങളിൽ വന്നത് എല്ലാ പടത്തിനും നല്ല റിവ്യൂ, നല്ല എല്ലാ പടങ്ങളും. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ പടങ്ങൾ കാണില്ലേ. ഇറക്കണില്ല എന്നല്ലേ പറയുന്നത്. ഇറങ്ങി കൊടുക്കുന്ന പടങ്ങൾ കാണാൻ പോകാൻ കുഴപ്പമുണ്ടോ? അതേപോലെ ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ പറവ ഫിലിംസ് ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അതായത് അബ്രോഡ് പോകുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പൊ അത് മഞ്ഞുമൽ ബോയ്സ് വിസിറ്റ് ചെയ്യുന്നുണ്ടോ, പുറത്ത് പോകുന്നുണ്ടോ എന്താണ്? ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് പറവ ഫിലിംസിന്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അബ്രോഡുള്ള കൺട്രീസിൽ മഞ്ഞുമൽ ബോയ്സ് ടു അബ്രോഡ് എന്നുള്ള രീതിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിനെക്കാട്ടി കൂടുതൽ താല്പര്യമുണ്ട്. പണം പ്ലാൻ ചെയ്ത് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് വേറെ രീതിയിലുള്ള പ്രൊമോഷൻ വേണം, നമുക്ക് ചാർട്ട് ഫ്ലൈറ്റ് വേണം, അങ്ങനെയൊക്കെ ഒരു താല്പര്യം മാത്രമല്ല, ഒരു കൊതിയാണ്. പക്ഷെ ഇത് എന്തോ അത് പരസ്യം മാത്രം ഒന്നും നടക്കില്ല. ശരിക്കും പറഞ്ഞെങ്കിൽ ബാസിനോട് അത് ചെയ്യാൻ പാടില്ലെന്ന് വെച്ചാൽ ചെയ്തുകൊടുക്കുന്നതോട് ചെയ്യാൻ പറ്റും. ബാസി ആ സമയത്ത് ചെയ്ത് കൊടുക്കുന്ന ഈ പടം വേറെ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെയൊന്നുമില്ല. ഇത് ബാസി പറഞ്ഞൊരു ഒരു ഭയങ്കര സുള്ള ആൻസർ അല്ലേ, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുന്ന സമയത്ത് കുറച്ച് കൂട്ടാൻ പറ്റും. അതാണ് എൻ്റെ ഈ സിനിമ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി കുറേ അധികം ഓടി നടന്നത്. ഞങ്ങൾ ഒരു കൊല്ലം ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി സത്യം കിട്ടും. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ പോലും കാരണം ഏറ്റവും അവസാനം കേട്ട് പറയണ ബാസിയുണ്ട് കേട്ടോ, അപ്പോഴും നമ്മൾ ശരിയാണല്ലോ, നമ്മുടെ കൂട്ടുകാരുണ്ട്. അപ്പോഴാണ് മറ്റേ ഇതാണ് എന്നെ ഒരു ബ്ലോക്ക് ചെയ്തത്. അപ്പോൾ വാ കൊണ്ട് നമ്മൾ അങ്ങനെ കാരണം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായില്ല. കാരണം പരസ്പരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസ്റ്റിങ്ങിനാണെങ്കിൽ പോലും എന്തിനാണെങ്കിൽ പോലും നമ്മൾ ഇവര് റോയി പോകുന്നതായിട്ട് അല്ലെങ്കിൽ ഇവര് വർക്ക് ചെയ്യുന്ന സ്ഥലത്തന്നെ ഒരു മരം പോലെയാണ് കാസ്റ്റിങ്ങിന്റെ ഒരു സാധനം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസം ഈ മരത്തിന്റെ ഓരോ ചില്ലുകൾ പോലെയാണ് ഓരോ ഫേസുകൾ മാറണം, ഓരോ ക്യാരക്ടേഴ്സ് മാറും. അപ്പൊ ഇവനെ ഞാൻ വിളിക്കും, ഇതിപ്പോ മറ്റാളായോ, ഇതെന്തായി ഇല്ല, അയാൾ ഡേറ്റ് ഇല്ല. കാരണം നമുക്ക് എല്ലാവരും കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കിട്ടണം, പക്ഷെ ഡേറ്റ് ഇല്ല. അങ്ങനെ തന്നെ പോയി ഏറ്റവും അവസാനം കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞുമൽ ബോയ്സിലെ ഏറ്റവും പെർഫെക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ബാസി തന്നെയാണ്. അങ്ങനത്തെ ഒരു നല്ലൊരു ആക്ടറെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവനത് കറക്റ്റായിട്ട് അറിയാം ആ ഇമോഷൻ. അതുകൊണ്ടാണ് ഞങ്ങളെ സുഹൃത്തുക്കളെന്ന് പറയുന്നത്. റിയൽ മഞ്ഞുമൽ ബോയ്സിനോട് ഒരു ക്വസ്റ്റ്യൻ. നിങ്ങളുടെ റിയൽ ലൈഫ് അതേപോലെ തന്നെ സിനിമയിൽ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും ഒരു അവസരത്തിൽ നിങ്ങൾ അനുഭവിച്ചൊരു സംഭവം എന്തെങ്കിലും കാരണത്തിൽ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാത്ത എന്തെങ്കിലും സംഭവം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അനുഭവിച്ചത് ഒരു 2.5 മണിക്കൂർ കൊണ്ട് അവർക്ക് ഫുള്ളായിട്ട് ഒരിക്കലും കാണിക്കാൻ പറ്റൂല. എന്നാലും കാണിക്കേണ്ട രീതിയിൽ നല്ലോണം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അനുഭവിച്ചത് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റൂല. ചിതു ആണെങ്കിലും ഒരു എത്ര പ്രാവശ്യങ്ങളൊന്നുമല്ല, ഒരുപാട് പ്രാവശ്യം ഞങ്ങളുടെ കഥ ചോദിച്ചു. പക്ഷെ ഓരോ പ്രാവശ്യം പറയുമ്പോഴും പുതിയ എന്തെങ്കിലും നിനക്കൊന്നും പറയാനുണ്ടാവും. അങ്ങനെ ഒരൊറ്റ പ്രാവശ്യം കൊണ്ട് തീർക്കാവുന്നതാണില്ല ഞങ്ങൾ അന്നത്തെ കഥ. അതും ഒരിക്കലും പറഞ്ഞാലും തീർന്നില്ല. അത് അനുഭവിച്ചതാണ്, അത് പറഞ്ഞു തീർക്കാവുന്നതല്ല. അത് ഒരു ഇപ്പൊ ഞങ്ങൾ പറയാല ഒരു 95% വർക്കായിട്ടുണ്ട് ഇന്നത്തെ. ഞാനിടയ്ക്ക് സുഭാഷിനെ സിജുവിനെ വിളിക്കും, നിങ്ങൾ ഗുഹയോട്ട് ഇറങ്ങിപ്പോയി, ഞാൻ കഴിഞ്ഞ 100 ദിവസമായിട്ട് ഗുഹയിലാണ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയാം. എന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗനിക സെറ്റിട്ട് പറ്റും 10-60 ദിവസമായല്ലോ, ഞാനൊരു 3 മണിക്കൂറേ ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ, നിങ്ങൾ 40 ദിവസമായിട്ട് കയറി തൂങ്ങി